സഹായിക്കുകയും ചെയ്യട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു തിരുവെഴുത്തുണ്ട്. അത് പ്രവചനാത്മാവില് എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത് കൊണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ വേദഭാഗം ഞാൻ പ്രവചനാത്മാവിൽ തന്നെ സഭയോട് അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂത്ത് ഭൂതലത്തിന്റെ ഉപരിഭാഗം പൂർണ്ണമാക്കുകയും ചെയ്യും. ഒരു പ്രാവശ്യം കൂടെ പറയാം: വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്ത് പൂത്ത് ഭൂതലത്തിന്റെ ഉപരിഭാഗം പൂർണ്ണമാകുകയും ചെയ്യുമെന്നുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തികൾ ഉടബലവ ശത്വരെ വൈശസ്യാദന അബ്രഹാമിന്റെ തലമുറകളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു എങ്കിൽ ഈ കാലഘട്ടത്തിൽ ചിതറിപ്പാർക്കുന്ന ജനത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് വരും നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ പറഞ്ഞതുപോലെ, വചനം എന്തു പറയുന്നു അതുപോലെ ആ രാജ്യത്ത് വിവിധ പട്ടണങ്ങളിൽ ദേശങ്ങളിലായിട്ട് ഒരു വൃക്ഷം പോലെ വളരുവാൻ, തളിർക്കുവാൻ, പൂക്കുവാൻ, അനേക ഫലങ്ങൾ കായ്ക്കുന്ന അനുഭവത്തിലേക്ക് ദൈവസഭയെ കർത്തൃദാസനിലൂടെ തന്നോട് ചേർന്ന് നിൽക്കുന്ന ബഹുമാന്യ കൂട്ടുപ്രവർത്തകരിലൂടെ ദൈവം സഭയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ട്. അതിനെ വളർത്തുവാൻ, അതിനെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നുള്ളത് ദൈവജനം മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ഭാവി കാലത്ത് കർത്താവിന്റെ വരവിന് താമസമുള്ളിടത്തോളം ഉടബലഭ ശത്വരെ വൈശസ്യാദന ഈ വാഗ്ദത്തങ്ങൾ ഊവെന്നുള്ളതാകിയാൽ ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസ്തയോടുകൂടെ ദൈവവേല ചെയ്യുവാൻ സന്നദ്ധരായി നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ആ പട്ടണങ്ങളിൽ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. പട്ടണത്തിന്റെ ഉണർവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഒരു ചെറിയ പ്രദേശത്തിന്റെ അല്ല പറഞ്ഞ്, രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊള്ളണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ഓർപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ദീപമായി, ചെറിയ ചെറിയ ദീപങ്ങളായി, ചെറിയ ചെറിയ ദീപസ്തംഭങ്ങളായി ദൈവസഭകൾ ചെറിയ കൂട്ടങ്ങളായി ഉണർന്ന് എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും പരിശുദ്ധ ആത്മാവ് പറയുന്നു, ഞാൻ രാജ്യത്ത് വന്നിട്ടില്ല, ആ രാജ്യത്തെക്കുറിച്ച് യാതൊരു പശ്ചാത്തലങ്ങളും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഭൂരിഭാഗവും അന്ധകാരം കൊണ്ട് മൂടപ്പെട്ട് ഉടബലവ ശാന്തരി ജഗൽഖമന ഘടകസിയ മൂടപ്പെട്ടതും വെളിച്ചം കാണാൻ കഴിയാതെ വണ്ണം ഇരുട്ടിൽ തപ്പുന്നതായ അനുഭവങ്ങളും ദൈവാത്മാവ് കാണിക്കുന്നു. പക്ഷെ അതിന്റെ നടുവിൽ മലമേൽ ഉയർന്നിരിക്കുന്ന പട്ടണം പോലെയും തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്ക് പോലെയും ദൈവസഭ ഈ ദിവസങ്ങളിൽ ഉണരുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആ പട്ടണം നിങ്ങളുടെ കൈവശം തരുവാൻ, ആ പട്ടണം എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആ രാജ്യത്തെ വേർപെട്ട ദൈവജനത്തിന്റെ കരങ്ങളിൽ എത്തിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. ദൈവത്തിന്റെ ദാസനായ യോശുവ എന്ന ആ ദൈവ മനുഷ്യനിലൂടെ എരീഹോ പട്ടണം പിടിച്ചടക്കിയെങ്കിൽ, പട്ടണത്തെ കൈവശമാക്കിയെങ്കിൽ, എരീഹോ എന്ന് പറയുന്ന ആ പട്ടണം യഹോവയുടെ ദൈവത്തിന്റെ ദാസനായ ദൈവമനുഷ്യനായ യോശുവയുടെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിൽ, യോശുവ തനിച്ചല്ല, നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. യോശുവ പുരോഹിതന്മാരെ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരെയും അതിന് പിന്നാലെ 2000 മുഴം അകലത്തിൽ ജനത്തെയും അധനഘടകസിയ ജനത്തെ ചേർത്ത് നിർത്തി പട്ടണം നമുക്കറിയാമല്ലോ. 6 ദിവസം ഓരോ പ്രാവശ്യവും, 7ാമത്തെ ദിവസം 7 പ്രാവശ്യവും പട്ടണം ചുറ്റിക്കഴിഞ്ഞപ്പോൾ അവർ ആർപ്പിട്ടപ്പോൾ ആ പശ്ചാത്തലമെല്ലാം നിങ്ങൾക്കറിയാം. ആ പട്ടണം അവരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് എരിഹോ പട്ടണത്തെ നശിപ്പിക്കുവാനാണ് ദൈവം ആ ദൈവമനുഷ്യന്റെ കയ്യിൽ തന്നോടുകൂടെയുള്ള പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും കയ്യിൽ ഏൽപ്പിച്ചതെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ കരങ്ങളിൽ ദൈവം രാജ്യത്തെയും പട്ടണത്തെയും ഏൽപ്പിക്കുന്നത് നശിപ്പിക്കുവാനല്ല, നാശത്തിലേക്ക് പോകുന്ന പട്ടണത്തെ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി പരിശുദ്ധാത്മാവ് പറയുന്നു വീണ്ടെടുക്കുവാൻ അത്രേ ദൈവത്തിന് പ്ലാൻ ഉള്ളതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഉടബലവ ശത്വരി ജഗൽഖമന. അതുകൊണ്ട് ദിവസങ്ങളിൽ ശക്തമായി ഉണർന്നു പ്രാർത്ഥിച്ചു കൊള്ളണമെന്നും നീണ്ട ദിവസങ്ങളോടുള്ള ഉപവാസങ്ങൾ ചങ്ങല പോലെ
ചങ്ങലയിൽ കോർത്തിരിക്കുന്ന കണ്ണികൾ പോലെ. ഉടവർ ഒരു കണ്ണി അല്ലല്ലോ, അനേക കണ്ണികൾ കോർക്കുമ്പോഴാണ് അത് ചങ്ങലയായി മാറുന്നത്. അനേക ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ, അധന ജഗൽഖമന ഘടകസിയ ഇടമുറിയാതെ അണിമുറിയാതെ ഈ ദിവസങ്ങളിൽ ദൈവസഭകളായിരിക്കുന്ന ഇടങ്ങളിൽ ചെറിയ കൂട്ടമാകട്ടെ വലിയ കൂട്ടമായിട്ട് ക്രമീകരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാളുകൾ വിരലിലെണ്ണാവുന്ന നാളുകൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, രാജ്യത്തിന്റെ ഉണർവ് സംഭവിക്കും. രാജ്യത്തിന്റെ അന്ധകാരത്തെ ദൈവം മാറ്റി രാജ്യത്തെ ഭരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ദൈവം തകർത്ത് രാജ്യം ദൈവജനത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ ഇടപെടുകയാണ്. പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ രാത്രി തിരുവചന ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നിരിക്കുന്ന 1-2 തിരുവെഴുത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 66 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ 69 വരെ. ദൈവത്തിന് സ്തോത്രം. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. ആകയാൽ യേശു 12 പേരോടെ, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്താണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു വെളിപ്പാട് ശീമോൻ പത്രോസ്, യേശുവിന്റെ ശിഷ്യനാകുന്ന ശീമോൻ പത്രോസ് പരസ്യമായി വെളിപ്പെടുത്തുന്ന അനുഭവമാണ്. ആ പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ 6-ാം അധ്യായത്തിന്റെ ആരംഭത്തിലേക്കൂടെ നമ്മൾ വന്നെങ്കിൽ മാത്രമേ ആ സംഭവത്തിന്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, തിബരിയാസ് കടൽക്കരയിൽ തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് യേശു പോയി. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണല്ലോ നമുക്കറിയാം യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് 5 അപ്പം കൊണ്ട് 5000 5 അപ്പം കൊണ്ട് 2 മീന് കൊണ്ട്, ദൈവത്തിന് സ്തോത്രം, 5000 പോഷിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 5 അപ്പം കൊണ്ട് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. ബാക്കി വന്ന 12 കൊട്ടം നിറച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഭാഗം തന്നെ നമ്മൾ എത്രയോ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. എത്രയോ അഭിഷിക്തന്മാർ ആ ഭാഗത്തുനിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അതല്ല എന്റെ പ്രസക്തമായ ഭാഗം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയാൻ ഞാൻ ഭാഗമെടുത്തതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അത്ഭുതമാണിത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം നമുക്കറിയാം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. ശേഷിപ്പ് 12 കൊട്ടം നിറച്ചെടുക്കുന്നു. സ്തോത്രം. എന്നിട്ട് ആ ഭാഗം നമ്മൾ 14-ാം അധ്യായം വാക്യം വായിക്കും ഇങ്ങനെയാണ്, അവൻ ചെയ്ത ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ ആകുന്നു സത്യമെന്ന് പറഞ്ഞു. അപ്പൊ യേശു ചെയ്ത ഈ അടയാളം കണ്ടിട്ട്, ഈ അത്ഭുതം കണ്ടിട്ട് കണ്ടു നിന്ന ജനം, ഈ അത്ഭുതത്തിൽ ഭാഗവാക്കുകളായ ഈ അടയാളത്തിന് ഭാഗവാക്കുകളായ ആളുകൾ പറയുകയാണ്. എന്താ പറഞ്ഞത്? ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. അപ്പൊ യേശുവിനെ ലോകത്തെ വീണ്ടെടുക്കുവാൻ, ലോകത്തെ വിടുവിക്കുവാൻ വരുന്ന ഒരു പ്രവാചകനായിട്ട് കാണുവാൻ ജനത്തിന് ഈ അത്ഭുതങ്ങളിലൂടെ, യേശു ചെയ്ത ഈ വലിയ അത്ഭുതത്തിലൂടെ കാണുവാൻ കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞപ്പോഴേ അടുത്തോ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ജനമെല്ലാം കൂടി യേശുവിനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവരെ ഒരു രാജാവാക്കാൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജാവാക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു, ഇവർ ഭാവിക്കുന്നുവെന്ന് യേശുവിന് മനസ്സിലായി. ഇവർ പറഞ്ഞത് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. അത്ഭുതം കണ്ടവരാണ്, അത്ഭുതം അനുഭവിച്ചവരാണ്. അവർ പറയുകയാണ്, മറ്റാരുമല്ല ഇനി വരാനുള്ളത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന, ലോകത്തിലേക്ക് വരുവാനുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ ഇവനാണ്. ആ പറഞ്ഞ ജനം തന്നെ അല്പം കഴിഞ്ഞപ്പോൾ യേശുവിനെ തങ്ങളുടെ രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞു. അവിടെ എങ്ങനെ എഴുതിയേക്കുന്നത്? അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ചു മലയിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്റെ പശ്ചാത്തലം പറഞ്ഞു വരുന്നതേ ഉള്ളൂ. സന്ധ്യയായപ്പോൾ
ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി കടൽ കയറി ആ കടൽക്കര ഖബർന്നുകൂമിലേക്ക് യാത്രയായി. അവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ നമുക്കറിയാം കൊടുങ്കാറ്റടിക്കുന്ന കടലില് പടക് ഒത്തിരി ദൂരത്തായിരിക്കുകയാണ്, കരയിൽ നിന്ന് ഒരുപാട് ദൂരത്തായി. ഇവരെ ആകുന്ന വിധത്തിൽ നോക്കിയിട്ടും അക്കരെ അടുക്കുന്നില്ല, ഇക്കരെ അടുക്കാത്ത വിധത്തിൽ ഇവർ വലഞ്ഞു പോകുമ്പോൾ സമയത്താണ്, ഇവർ ഭയപ്പെട്ട് ഭീതിപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കടലിന്മീതെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 6-ാം അധ്യായത്തിലെ 1-ാമത്തെ അത്ഭുതം, യേശു 5 അപ്പവും 2 മീനും കൊണ്ട് ചെയ്ത അത്ഭുതം 1. സ്തോത്രം. അത് അനുഭവിച്ചവർ പറയുന്നു ഇവൻ ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകനാണെന്ന് പറയുന്നു. അടുത്ത പടി അവർ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞ് ഒരു വാക്കിൽ ഇവർ ഒതുക്കാനല്ല അവർ ആഗ്രഹിച്ചത്. ഇവനെ പിടിച്ച്, എന്ന് പറഞ്ഞാൽ യേശുവിനെ പിടിച്ച് തങ്ങളുടെ രാജാവാക്കിയാൽ തങ്ങളെ ഭരിക്കാൻ നയിക്കാൻ പറ്റിയ ഒരാളാണ് എന്ന് ഇവർക്ക് ചിന്തിച്ചിട്ട് ആ ഒരു തലത്തിലേക്ക് നീങ്ങുന്നുവെന്ന് കണ്ടിട്ട് യേശു ഇവരെ വിട്ടുമാറി തനിച്ച് മലയിലേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി, ഈ മലയിലേക്ക് പോയ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യേശുവിന്റെ പ്രത്യേകത, യേശു ഒറ്റയ്ക്കുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ അനവധി ഉണ്ടായിരുന്നു. നമുക്കറിയാം 12 ശിഷ്യന്മാരാണ് നമ്മൾ പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിട്ട് പറയുന്നത്. പക്ഷെ 70 ശിഷ്യന്മാർ വേറെ ഉണ്ട്. പിന്നെ രഹസ്യ ശിഷ്യന്മാർ ഒരുപാടുണ്ട്. അതിന്റെ കണക്കുകളൊന്നും നമുക്കറിയത്തില്ല. 70ഉം 12ഉം മാത്രമേ നമുക്കറിയത്തുള്ളൂ. അപ്പൊ യേശുവിനെ സ്നേഹിക്കുന്ന, പരസ്യമായിട്ട് യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയാനോ അതനുസരിച്ചുള്ള പ്രവൃത്തിയിലേക്ക് കടക്കാനോ യഹൂദന്മാരെ പേടിച്ചിട്ട് അതിന് മുതിരാതെ രഹസ്യമായിട്ട് യേശുവിന്റെ ശിഷ്യരായി വന്നിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗം അങ്ങനെ പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശുവിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, യേശുവിന്റെ ശുശ്രൂഷയുടെ കാതലായ അനുഭവം എന്ന് പറയുന്നത്, യേശു ചെയ്ത സകല അത്ഭുതമായാലും യേശു ഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം കാതലായ കാരണമെന്ന് പറയുന്നത് പിതാവുമായിട്ടുള്ള ഇടമുറിയാതെയുള്ള പ്രാർത്ഥനാ ബന്ധം. യേശു അവിടെ എഴുതിയിരിക്കുന്ന, യേശു തനിയെ മലയിൽ പോയെന്ന പല ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു മലയിൽ കയറിപ്പോയി പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗവും വിടുകയാണ്. അപ്പൊ അങ്ങനെ മലയിൽ തനിച്ചു പോയി പ്രാർത്ഥിച്ചിട്ട് യേശു കടന്നു വരുമ്പോൾ, അർദ്ധരാത്രി കഴിയുമ്പോൾ കടന്നു വരുമ്പോൾ ഈ തന്റെ ശിഷ്യന്മാര് ഈ ഗലീല കടലിൽ കിടന്ന് നട്ടം തിരിയുന്ന അനുഭവങ്ങളാണ്. ഇവർക്ക് കരയോട് അടുക്കാൻ കഴിയാതെ ജീവഹാനി സംഭവിക്കുമോ എന്നുള്ള ഭയത്തിലൂടെ പോകുന്ന ശിഷ്യന്മാരെ കണ്ടിട്ട് യേശു കടലിൻ മീതെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. 2-ാമത്തെ അത്ഭുതം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശേഷമായിട്ട് ഈ പടക് കരയ്ക്കൊക്കെ അടുക്കുന്നു. യേശുവിനെ തേടി പിന്നെയും ഇന്നലെ വന്ന ജനമെല്ലാം കൂടെ തന്നെ പ്രവാചകൻ എന്ന് പറഞ്ഞ് തന്നെ രാജാവാക്കാൻ കൂടിയ ജനമെല്ലാം കൂടെ പിന്നെ യേശുവിന്റെ അടുക്കൽ വട്ടം കൂടി. യേശുവിനെ കാണാൻ അവരെ അത്യുത്സാഹത്തോടുകൂടെ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഒരു കാര്യം ഞാൻ ഈ രാത്രി ഇതിനിടയിൽ പറയട്ടെ. ഇവർ അപ്പം അത്ഭുതം കണ്ടതുകൊണ്ടും അപ്പം തിന്നത് കൊണ്ടൊക്കെയാണ് പിന്നെയും യേശുവിന്റെ അടുക്കലേക്ക് ഇവർ വരാനിടയായത്. അത് യേശു തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ അത്ഭുതം കണ്ടത് കൊണ്ടും അപ്പം തിന്നത് കൊണ്ടുമാണ് നിങ്ങൾ എന്നെ തേടി വരാൻ കാരണമെന്ന് യേശു പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ അപ്പം തിന്നത് കൊണ്ടോ അത്ഭുതം കണ്ടത് കൊണ്ടോ അടയാളം കണ്ടത് കൊണ്ടൊന്നും അല്ല നമ്മൾ യേശുവിനെ പിൻപറ്റിയിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം എന്ന് പറയാമോ? യേശു നമ്മുടെ പ്രാണന്റെ രക്ഷകനായി തീർന്നതിന്റെ പേരിലാണ് ദൈവത്തിന് സ്തോത്രം നമ്മൾ യേശുവിനെ അനുഗമിക്കുവാനിടയായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അധമപാതാളത്തിൽ കിടന്ന പിശാചിന്റെ ആടുകളായി അധമപാതാളത്തിൽ കിടന്ന് നമ്മളെ, അന്ധകാരത്തിൽ കിടന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാനെ കൊണ്ട് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആക്കിയത് കൊണ്ടും മുമ്പേ കരുണ ലഭിക്കാത്തവരും എന്നാൽ ഇപ്പോൾ കരുണ ലഭിച്ചവരും ആയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രിയിലും ഈ സ്തോത്രം രാത്രിയുടെ യാമത്തിലും ഈ കൂട്ടായ്മയിലേക്ക് വരാനുള്ള കാരണം. അത്ഭുതം കണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചതിന് ശേഷം എത്രയോ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. യേശു നമ്മുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ ചെയ്തു. വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു, കുടുംബപരമായിട്ട് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്, സഭാപരമായി അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അത്ഭുതം നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ അനുഭവം. പക്ഷെ അതൊന്നും അല്ല നമ്മൾ യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ഏക കാരണം. നമ്മുടെ ജീവന്റെ നായകൻ, ജീവനായകൻ, നമ്മുടെ ജീവന്റെ നാഥനാകയാൽ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അതിന്റെ പേരിലാണ്
എങ്ങനെയാണ് നമ്മൾ യേശുവിനെ ആമേൻ ആമേൻ അനുഗമിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, നാളെ ഇനിയും ജീവിതത്തിൽ ഒരു അത്ഭുതവും സംഭവിച്ചില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു പദമുണ്ട്, ഒരത്ഭുതവും കർത്താവ് ചെയ്തില്ലെന്നിരിക്കട്ടെ. അങ്ങനെ അങ്ങ് പറയുക, ചെയ്തില്ലെന്നല്ല എൻ്റെ അർത്ഥം, ചെയ്തില്ലെന്നിരിക്കട്ടെ. എന്നാൽ ഒരത്ഭുതം ചെയ്ത്, അത് ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലുകളെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചതിന്റെ കെയറോഫിലാണ് ഇന്ന് രാത്രിയിൽ നാം ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ അവന്റെ പാദപീഠത്തെങ്കിലായിരിക്കുന്നത്. അത് ചെറിയൊരു അത്ഭുതമല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തില് ആമേ ഹല്ലേലൂയ ഒരു അഞ്ചപ്പത്തെ ഒരു 2 മീനെ വർദ്ധിപ്പിച്ചു തന്നതോ, അല്ലെ മറ്റെന്തെങ്കിലും വിധത്തിൽ രോഗസൗഖ്യം തന്നതോ, അല്ലെങ്കിൽ ഹല്ലേലൂയ ഏതെങ്കിലും മറ്റ് മിറക്കിൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളിൽ നമ്മെ കരകയറ്റിയത്, അതൊന്നും അത്ഭുതമല്ലെന്നല്ല പറയുന്നത്, എല്ലാം അത്ഭുതം തന്നെയാ. പക്ഷെങ്കിൽ അതിനേക്കാൾ ഏറ്റവും വലിയ അത്ഭുതം ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹാ അത്ഭുതമാണ്. അത് ചെറിയ അത്ഭുതമല്ല. അത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് നാം ജീവിച്ചിരിക്കുന്നത് ദൈവം ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണ്, മഹാ അത്ഭുതമാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്നുകൂടെ ജീവിക്കാൻ അവസരം തന്ന ദൈവത്തെ പിൻഗമിച്ചുകൊണ്ട്, അനുഗമിച്ചുകൊണ്ട്, കർത്താവിന്റെ ഇഷ്ടം നമ്മളിൽ ആമേൻ നിവർത്തിച്ചുകൊണ്ട്, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ നാം എവിടെങ്കിലും പോരായ്മ ദൈവഹിതത്തിന് വിരോധമായി ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ക്രമീകരണവും ശുദ്ധീകരണവും പ്രാപിച്ച് ദൈവസന്നിധിയോട് ഒരു പടി കൂടെ നാം എടുക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് പറയട്ടെ, ഒറ്റ വാക്കിൽ ആത്മാവ് ഒരു ഉത്തരം പറയാം, ഒരു ആലോചന പറയാം. ആമേൻ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും ആദ്യ നൂറ്റാണ്ടിലെ സഭയെ ദൈവം ഉറപ്പിച്ചതുപോലെ ഈ നാടുകളിൽ നാം ആയിരിക്കുന്ന രാജ്യത്തെ, ദേശത്തെ, പട്ടണത്തിലെ ചുറ്റുപാടുകളുടെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം തന്റെ സഭയെ ദിവസങ്ങളിൽ ഉറപ്പിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ട്. അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല, അടയാളങ്ങൾ നിന്നു പോയിട്ടില്ല, വീര്യപ്രവർത്തികൾ നിന്നു പോയിട്ടില്ല. അന്നെന്ന പോലെ ഇന്നും അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആദിമസഭ വളരുവാനുള്ള കാരണം എന്തുവാ? ആദിമസഭ വളരാനുള്ള കാരണം ഏറ്റവും അധികം ആദിമസഭയ്ക്ക് പീഡയുണ്ടായിരുന്നു. പക്ഷെ ആ പീഡയുടെ നടുവിലും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ആ സഭയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ഇടയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. നാം സുവിശേഷം പറഞ്ഞതുകൊണ്ട് ആമേൻ പെട്ടെന്നൊരു മിറക്കിൾ സംഭവിച്ചെന്നിരിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ദൈവസഭ പ്രാർത്ഥിക്കുവാൻ ഒരു ബുദ്ധിയുപദേശം പറയുകയാണ്. കർത്താവേ, അങ്ങയുടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ അങ്ങയുടെ വീര്യപ്രവർത്തികളും ഞങ്ങളായിരിക്കുന്ന ദേശത്ത്, ഞങ്ങളുടെ ദൈവസഭയിൽ ചുറ്റുപാടുകളിൽ, ഞങ്ങൾ പാദം ചവിട്ടുന്ന ഭവനങ്ങളിൽ, ഞങ്ങൾ അങ്ങയുടെ വചനം പങ്കുവെക്കുന്ന വ്യക്തികളിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയട്ടെ, അടകന ഹത്തുരി ജഗൽക്കമന ഘടകസിയാതന ഈ വൃക്ഷത്തിന് കൊമ്പ് മുളച്ചു വരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, അനേക ശിഖരങ്ങൾ, അനേക കൊമ്പുകൾ ദൈവസഭയ്ക്ക് ദേശാന്തരമായി, ദേശമായി അനേക കൊമ്പുകൾ മുളച്ചു വരാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയാ. ഉടബലവ ശതനഹത്തുര ജഗൽക്കമന. കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവ് പറയട്ടെ, അങ്ങയ്ക്ക് വിശ്രമമില്ല വിധത്തിൽ പകലും അങ്ങയ്ക്ക് വിശ്രമം ഉണ്ടാകത്തില്ല. രാത്രിയുടെ യാമത്തിൽ ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത നിലയിൽ ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ വിശാലതയിലേക്ക് ദൈവം നടത്തി അനേക ശിഖരങ്ങൾ, ശാഖകളും ശാഖകളുമായിട്ട് ദൈവസഭയെ ദേശത്തിന് നടുവിൽ വളർത്തിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ സടകുടഞ്ഞു എഴുന്നേറ്റു. അടകല ഹത്തുരി ജഗൽക്കമന ഘടകസിയാതന. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു പടയാളിയും യാതൊരു ഉപജീവന കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്നൊരു വചനമുണ്ട്. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ദൈവദാസനെ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ഉപജീവന കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ദിവസങ്ങളിൽ ഒരു ഉപജീവന കാര്യങ്ങളിൽ ഇടപെടാതെ വണ്ണം പടചേർത്തവനെ മാത്രം
സാധിപ്പിക്കേണ്ടതിന് ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു ഉത്തമ പടയാളിയായി, ഒരു ധീര പടയാളിയായി, ഓ ഹല്ലേലൂയ, ഒരു ധീര സൈന്യാധിപനായി, അതനഘടകസി ആമേൻ, ഈ പദം മറന്നുപോലെ ഒരു സൈന്യാധിപനായി. ഒരു സൈന്യാധിപൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൈക്കീഴിൽ നിരവധി സൈന്യങ്ങളുണ്ട്, എണ്ണമറ്റ സൈന്യങ്ങൾ. സൈന്യാധിപന്റെ കീഴിൽ താഴെ വിവിധ സ്ഥാനമാനങ്ങൾ, ചിഹ്നങ്ങൾ അലങ്കരിക്കുന്ന ആമേൻ അവരുടെ താഴെ അനേക സൈന്യങ്ങളുമുള്ള ഒരു പശ്ചാത്തലത്തിന് നേതൃത്വം നിൽക്കുന്ന ആളിനെ സൈന്യാധിപൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ പദം മറന്നു പോകല്ലേ, ഒരു സൈന്യാധിപനെ പോലെ തുവലഹത്വരെ ആജ്ഞ കൊടുക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇറങ്ങി യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു സൈന്യത്തെ വാർത്തെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് എന്റെ ദാസനെ കുറിച്ച് കൊണ്ട് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ആമേ പരിശുദ്ധാത്മാവ് പറയുന്നു, പടകും വലയും വിട്ടുകൊള്ളുക. ശീമോൻ പത്രോസിനോട് പറഞ്ഞ അതേ ദൂത് ദൈവാത്മാവ് പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും, നീ ഇനി മത്സ്യത്തെ പിടിക്കുന്നവനാകല്ല, അകത്തില്ല. നീ വല വിടുക, പടക് വിടുക, കാമേൻ ആമേ കടൽക്കര വിടുക, ഉടയ മനയ വൈഡനകത്തര ജാരകസിയാതന. ഇതിൽ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് പറയുകയാ, ഇന്ന് രാത്രി സർവ്വസൈന്യാധിപനെ പോലെ സംവിധാനങ്ങളോടുകൂടെ ദൈവസഭയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവമെന്റെ അഭിഷിക്തനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ദാസനോട് ചേർത്ത് നിർത്തുവാൻ ആമേൻ ചില ഉപസൈന്യാധിപന്മാരെയും ദൈവം തമ്പുരാൻ അവിടെ ഒരുക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അതുകൊണ്ട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. ആമേൻ. ഇടയ്ക്ക് ദൈവാലോചന കയറി വന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയി. ഈ പശ്ചാത്തലം ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ യേശു ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ തെരയുന്നത് വെറുതെ അല്ല. ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ, നിങ്ങൾ അപ്പം തിന്നത് കൊണ്ടത്രേ. ഇന്നലെ നിങ്ങൾ അത്ഭുതം കണ്ടു. ആമേൻ, ഞാൻ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചു. 5000 പുരുഷന്മാരെ തന്നെ പോഷിപ്പിച്ചു. ബാക്കി കണക്ക് പറയുന്നില്ല. ആമേൻ, നിങ്ങൾ ഇന്നലെ ബാക്കി നിറച്ചെട 12 കൊട്ടം നിറച്ചെടുത്ത് നിങ്ങൾ കണ്ടു, നിങ്ങൾ അത് അനുഭവിച്ചത് കൊണ്ട് നിങ്ങൾ എന്നെ തിരക്കുകയാ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇതിങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് യേശു അവിടെ ഒരു പദം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, 35-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. അപ്പൊ യേശു പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഭാഗം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആമേൻ, യേശു ആമേൻ നമുക്കറിയാം. ആമേൻ, 52-ാമത്തെ വാക്യത്തിലേ വരാം. എന്നിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു തമ്മിൽ ബാധിച്ചു. യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെ അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇപ്പം ഉപദേശം കർത്താവ് അങ്ങ് കഠിനമാക്കി. നമ്മളെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉപദേശത്തിന് അയവ് വരുത്തിയാൽ ആമേൻ ആമേൻ, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ വെള്ളം പൊങ്ങുന്ന ദൈവദാസൻ അറിയാം. നമ്മുടെ റാന്നിക്കാരല്ലേ, കേരളക്കാർക്കല്ല പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന എന്താ പറയാ, ഈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് ഊത്ത കയറുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ വലിയ നദിയിലൊക്കെ കിടക്കുന്ന മീനെല്ലാം കൂടെ വന്ന് ഈ ചെറിയ തോടുകളിലൂടെ എല്ലാം കയറി കണ്ടത്തിലും കരയിലും എല്ലാം കയറും. വെള്ളം ഇവിടൊക്കെ ഉണ്ട്, അവിടെ എല്ലാം വന്ന് കയറും. പക്ഷേ വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഇതെല്ലാം ഇറങ്ങി അങ്ങ് പോകും. ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കും, ദൈവാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഉപദേശത്തിന് അയവ് വരുത്താനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ വചനത്തോടൊരു വാക്ക് കൂട്ടാനോ ഈ വചനത്തിൽ നിന്നൊരു വാക്ക് കുറയ്ക്കാനോ ഇതിനോടൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തുവാൻ നമുക്കാർക്കും ദൈവം അവകാശം തന്നിട്ടില്ല. ആമൻ, ഉപദേശത്തിൽ മായം ചേർത്ത് കലർപ്പ് വരുത്തി പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ആമൻ, അതുകൊണ്ട് അത് നിമിത്തമായിട്ട് അനേകർ കയറി വരട്ടെ എന്ന് കണ്ട് വാതിൽ തുറന്നു കൊടുക്കുവാനും ഒന്നുമല്ല ദൈവസഭയുടെ സ്ട്രക്ചർ അതല്ല. ദൈവസഭ എന്ന് പറഞ്ഞാൽ 7 അടിസ്ഥാന ഉപദേശങ്ങളും 5 വിധ ആമൻ ആത്മാവിന്റെ ശുശ്രൂഷകന്മാരും ആത്മാവിന്റെ 9 പ്രധാനപ്പെട്ട കൃപാവരങ്ങളും ആത്മാവിന്റെ ഫലങ്ങളും അടങ്ങിയതാണ് ദൈവസഭ എന്ന് പറയുന്ന തോട്ടം. അല്ലാതെ ദൈവസഭ എന്ന് പറഞ്ഞ വെറുതെ ആർക്കും എവിടെ നിന്നും എപ്പോഴും കയറി വരാനും എതിലെങ്കിലും ഇറങ്ങിപ്പാനും ഒന്നുള്ള സ്ഥലമല്ല. അങ്ങനെ ഒരു സംവിധാനമല്ല ദൈവസഭയുടെ സ്ട്രക്ചർ. ഒന്നുകൂടെ ഞാൻ പറയാം. ഹല്ലേലൂയ. 7 അടിസ്ഥാന ഉപദേശങ്ങളും 5 വിധ ശുശ്രൂഷകന്മാരും ആത്മാവിന്റെ 9 വരങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 4 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുന്ന ആത്മാവിന്റെ 9 കൃപാവരങ്ങളും ഗലാത്യ ലേഖനത്തിനകത്ത് നാം വായിക്കുന്നതായ ആത്മാവിന്റെ ഫലങ്ങളും അടങ്ങിയ ഒരു ക്രമീകരണമാണ് ദൈവസഭ എന്ന് പറയുന്നത്.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയും, ഈ സ്ട്രക്ചറിനകത്ത് നിന്നുകൊണ്ട് ദൈവസഭ പണിയാൻ നാം ആഗ്രഹിച്ചാൽ, ഈ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ദൈവസഭയുടെ ഓരോ കല്ലുകൾ നാം വെക്കുകയാണെങ്കിൽ, പറയട്ടെ, ഒരിക്കലും ഇത് ഏത് പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ഇങ്ങനെ പറയാം. യേശു പറഞ്ഞ ഉദാഹരണം തന്നെ ചേർത്ത് പറയാൻ ദൈവം എന്നോട് പറയുന്നു. അടകന ഘടക സൈതലാധന ജനകസിയാധന മണലിന്മേൽ അടിസ്ഥാനം വിട്ട് വീട് പണിതവന്റെ വീടിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. എന്നാൽ പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിത മനുഷ്യനോട് നിങ്ങൾ തുല്യനാകുമെന്ന് യേശു പറഞ്ഞു. എന്ത്? കാറ്റടിച്ചു, വന്മഴ ചൊരിഞ്ഞു, ഹല്ലേലൂയ, വെള്ള ഊക്കോടെ വന്ന് ഇതിന്മേൽ അടിച്ചു, പക്ഷെങ്കിൽ പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ ഹല്ലേലൂയ, ഇത് വീണില്ല, തകർന്നില്ല, നിലംപരിചായില്ല. ദൈവത്തിന് സ്തോത്രം പറയുന്നു. അടകന ഹത്തുരി ജഗൽക്കമന മത്തായിയുടെ സുവിശേഷം എടുക്കണ്ട 16-ാം അധ്യായത്തിൽ ഈ ശീമോൻ പത്രോസ് തന്നെ യേശുവിനെ കുറിച്ച് വേറൊരു വെളിപ്പാട് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശു ഫിലിപ്പീസിന്റെ കൈസരിയിൽ വെച്ച് ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ കുറിച്ച് എന്തോ പറയുന്നു എന്ന് ചോദിച്ചു. ആ പശ്ചാത്തലമെല്ലാം ഞാൻ വിടുകയാ. അപ്പം പല അഭിപ്രായങ്ങൾ, ജനത്തിന്റെ യേശുവിനെ കുറിച്ചുള്ള പല അഭിപ്രായങ്ങൾ ഇവര് എലിയാവെന്നും മോശയെന്നും പ്രവാചകന്മാരിൽ ഒരാളെന്നും ഒക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു അതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. യേശുവിനറിയ യേശു ആരാണെന്ന്. യേശു ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ജനം എന്തും പറയട്ടെ, അതെന്റെ വിഷയമല്ല. നിങ്ങൾ കുറെ നാളുകളായിട്ട് എൻ്റെ കൂടെ നടന്ന്, എന്നെ അറിഞ്ഞ്, എന്നെ അനുഭവിച്ച്, എന്നെ പഠിച്ച്, എന്നിൽ നിന്ന് കേട്ട്, എന്നിൽ നിന്ന് ഗ്രഹിച്ച്, എന്നിൽ നിന്ന് പഠിച്ച്, എന്നിൽ നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഇത് പറഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശീമോൻ പത്രോസ് ചാടി എഴുന്നേറ്റ് പറയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നാം സേവിക്കുന്ന യേശുവിനെ കുറിച്ച് പത്രോസിന് കിട്ടിയ വെളിപ്പാട് നിങ്ങളോട് ഞാൻ കൈമാറുന്നു. അടക ഹത്തരി ജാരകച്ചസി കർത്താവേ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നു. അപ്പൊ യേശു പറഞ്ഞ മറുപടി, ബെറിയോന ശീമോനെ, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് തന്നെയാണ്. ഓ സ്തോത്രം, അല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന ഭാഗം ഇതാണ്. ഈ പത്രോസിനോട് യേശു പറയാ, പത്രോസേ, നീ പത്രോസാകുന്നു. എന്നാൽ ഞാൻ ഈ പാറമേൽ, നീ ഇപ്പൊ പറഞ്ഞല്ലോ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞില്ലേ? ആ ക്രിസ്തു ആകുന്ന എന്റെ മേൽ, അപ്പൊ സഭയെ പണിയുന്നതിനെ കുറിച്ച് പറയാൻ വരിക. അപ്പൊ എന്റെ മേൽ, ദൈവത്തിന് സ്തോത്രം, ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തു എന്റെ മേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയുന്നവൻ, സഭ പണിയുന്നവൻ ഭാരപ്പെടണ്ട. അതനഘടകസി, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവൻ ഭയപ്പെടണ്ട. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവൻ പേടിക്കണ്ട. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവൻ അവൻ എത്ര കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റോ ഈശാനമൂലനോളോ എന്തും അടിക്കട്ടെ, കടലിലെ തിരമാല, സമുദ്രത്തിന്റെ തിരമാലകളോ എന്തും എഴുന്നേറ്റു വരട്ടെ, പർവ്വത സമാനമായ വിഷയങ്ങൾ വരട്ടെ, നീ ഭാരപ്പെടണ്ടാന്നേ. അതല്ലേ സെരുബാബേലിനോട് തമ്പുരാൻ പറഞ്ഞത്? സെരുബാബേലേ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമാ ഹല്ലേലൂയ, കൃപ എന്നുള്ള ആണിക്കല്ല് കയറ്റിയാൽ ഈ പർവ്വതം സമഭൂമിയാകുവാൻ. അങ്ങനെയെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത് സഭ പണിയുന്ന അഭിഷിക്തനോട് ദൈവത്തിന്റെ ആത്മാവ് അഭിഷിക്ത ഗണത്തോട് പറയുന്നു, നീ പേടിക്കണ്ട. ഏത് പ്രതികൂലങ്ങൾ വന്നാലും, നിയമം മാറിയാലും, അധികാരികൾ മാറിയാലും, ഭരണകൂടങ്ങൾ മാറിയാലും, നീ പേടിക്കണ്ട. നീ ഉറപ്പുള്ള പാറയിലാണ് നീ അടിസ്ഥാനം ഇട്ടിരിക്കുന്നതെങ്കിൽ നിന്നെ കുലുക്കുവാൻ, നിന്നെ ഭ്രമിപ്പിക്കുവാൻ, നിന്നെ ഭയപ്പെടുത്തുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. ഉടബലവ ശത്രി വൈഡമനഘടകസിയാദന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കണ്ടോ? അപ്പൊ ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിന്മേൽ, പത്രോസിന്റെ മേൽ പണിയുമെന്നല്ല പറഞ്ഞത്. ഞങ്ങളൊക്കെ സമുദായത്തിലായിരുന്ന സമയത്ത്, പാസ്റ്റർ കന്നനായ സമുദായം, ഞാൻ കത്തോലിക്ക സമുദായത്തിൽ നിന്നൊക്കെ വന്ന, അപ്പൊ ഞാൻ പഠിച്ചിരുന്ന എന്തറിയാം, അവിടെയൊക്കെ അന്ന് പഠിപ്പിച്ചത് പത്രോസ് പാറയാകുന്ന ഞങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്. പത്രോസിനോട് യേശു പറഞ്ഞു, നീ പാറയാകുന്നു എന്ന് പറഞ്ഞെന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ പിന്നീടാണ് തിരുവെഴുത്തിന്റെ സത്യം മനസ്സിലാക്കാൻ അകക്കണ്ണ് ദൈവം തുറന്നപ്പോഴാണ് മനസ്സിലായത്, പത്രോസ് അല്ല പാറ. ഹല്ലേലൂയ. ഉറപ്പുള്ള പാറ ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തു വന്ന പാറയാ. ഈ പാറയെ കുറിച്ച് 1 കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. അടിക്കപ്പെട്ട പാറ, ആ പാറയിൽ നല്ലോ നിങ്ങൾ കുടിച്ചത്, അത് ക്രിസ്തുവായിരുന്നു. ഓ
സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ആമേൻ, അടിസ്ഥാനമുള്ളത് ഉറപ്പുള്ളതാകുന്ന പാറമേൽ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെളിപ്പാടൊക്കെ പറഞ്ഞെങ്കിലൊക്കെ ശരിയാണെങ്കിലും ശക്തമാണെങ്കിലും സത്യമാണെങ്കിലും പലപ്പോഴും ചാഞ്ചാട്ടം ഹല്ലേലൂയ പലപ്പോഴും പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പത്രോസിന്റെ മേലല്ല കർത്താവ് സഭ പണിതത്. പത്രോസിനെ സഭയുടെ നേതൃസ്ഥാനത്ത് ദൈവം എത്തിച്ചു. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാക്കി മാറ്റി. ഒറ്റ പ്രസംഗത്തിലൂടെ ഹല്ലേലൂയ 3000 പേരെ അവൻ രക്ഷയിലേക്ക് നടത്തി. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം സത്യമാണെങ്കിലും ഇന്ന് രാത്രിയിൽ നീ ജീവനുള്ള ദൈവത്തിന് ഹല്ലേലൂയ നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിച്ച പത്രോസ് ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഇന്ന് രാത്രി അടിസ്ഥാനമിടുന്ന ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ഉറപ്പുള്ള ഒരു പാറയിൽ അടിസ്ഥാനമിട്ട് ദിവസങ്ങളിൽ സഭ പണിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. വഴുതി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവിൽ ശക്തമായ പ്രതികൂലത്തിന്റെ കാറ്റുകൾ അടിച്ചേക്കാം. ചില ചുഴലിക്കാറ്റുകൾ അടിച്ചേക്കാം, അല്ലെ വൻകാറ്റുകൾ, പെരുങ്കാറ്റുകൾ അടിച്ചേക്കാം. പക്ഷെ ഭാരപ്പെടണ്ട. നീ ഉറപ്പുള്ള പാറയിലാണ് ദൈവം തമ്പുരാൻ നിന്നെ ചേർത്തു പണിതിരിക്കുന്നത്. അതുകൊണ്ട് നീ അന്ത്യം വരെ ആ ദൈവം നിന്നെ ദൈവം നിന്നെ പണിതിരിക്കുന്നത്, ആ ദൈവത്തിന്റെ സമയം വരികയും ദൈവം നിന്നെ നിലനിർത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും. ഞാൻ ഭാഗത്തേക്ക് പറഞ്ഞ സമയം മുന്നോട്ട് പോകുന്നല്ലോ. അപ്പോഴേ ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങളെ അപ്പം തിന്നത് കൊണ്ട് എന്നെ അന്വേഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന് കർത്താവ് വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഉദാഹരണം പറഞ്ഞ് കർത്താവ് ഹല്ലേലൂയ വിഷയത്തിലേക്ക് കടന്നിട്ട് എന്തോ പറയുന്നത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നു, നിത്യജീവനുണ്ട്. അടുത്തൊരു പ്രസക്തമായ ഒരു വാക്തത്വമാണ്. നോക്കി, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല് ഹല്ലേലൂയ കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ ആയുസ് തികച്ച് മണ്ണോട് മണ്ണ് ചേർന്നാലും ശകല ഹത്തരേ ജഗൽക്കമന ഘടകസി, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇന്ന് രാത്രി നമുക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. പൊടിയിൽ കിടക്കുന്നവരെ നിങ്ങൾ ഉണർന്നു വരുവീൻ എന്ന് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ കർത്താവിന്റെ വരവിന് മുമ്പ് നാം ലോകത്തിൽ ആയുസ്സ് തികച്ചു മാറ്റപ്പെട്ടാലും അതല്ല, കർത്താവിന്റെ വരവ് ജീവിച്ചിരുന്നാൽ അവന്റെ വരവിങ്കൽ ദൈവത്തിന് സ്തോത്രം വരെ മരിച്ചടക്കപ്പെട്ടാൽ ഹല്ലേലൂയ മരിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതല്ല, ജീവനോടെയെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നമ്മെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അപ്പൊ ജീവിച്ചാലും നമുക്ക് നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കല്ലോ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാ. സ്തോത്രം പറയട്ടെ. അപ്പൊ മരിച്ചു മണ്ണോട് ചേർന്നാലും കർത്താവ് നമുക്ക് വാക്ക് പറയുകയാണെന്താ, ഞാൻ ഒടുക്കത്തെ നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു ചെറിയ മെസ്സേജ് പറയുന്നത്, നിങ്ങൾക്ക് അതിന്റെ ആഴങ്ങൾ മനസ്സിലാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് കർത്താവിനെ സേവിക്കുന്നത് കൊണ്ട് ഒരു നഷ്ടവുമില്ല, ലാഭമേ ഉള്ളൂ. അപ്പൊ പറയട്ടെ, എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലെ കണ്ണിന് കാണുന്നത് ഒന്നുമല്ല നമ്മുടെ ലാഭം. സ്തോത്രം പറയട്ടെ. കണ്ണുകൾക്ക് ഇമ്പമെന്ന് തോന്നുന്നതും കണ്ണുകൾക്ക് കാണാൻ കാമ്യമെന്ന് തോന്നുന്നതും കാതുകൾക്ക് ഇമ്പമെന്ന് തോന്നുന്നതും ഒന്നുമല്ല നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞ ഒടുക്കത്തെ നാളിൽ ഒന്നുകിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അതല്ലെങ്കിൽ ഞാൻ രൂപാന്തരപ്പെട്ട് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തേജസ്കരിക്കപ്പെട്ട അനുഭവത്തില് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഉന്നതമായ ഭവനത്തില്, ആ സ്വർഗീയ ഭവനത്തിൽ എന്റെ കർത്താവിനോടുകൂടി വാഴുവാൻ എനിക്ക് അവസരമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അതാണ് നമ്മുടെ ധൈര്യം. ക്രിസ്തീയ ജീവിതത്തിന്റെ ധൈര്യം അതാണ്. വിശ്വാസ ജീവിതത്തിന്റെ ധൈര്യം അതാണ്. അല്ലാതെ ഈ ലോകത്തിൽ കാണുന്ന ചപ്പും ചവറും ഹല്ലേലൂയ ഈ ലോകത്തിലെ താൽക്കാലികമായ നന്മയല്ല നമ്മുടെ വിഷയം. ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. വചനം ശക്തമായി ഇടപെടുന്നു. ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുക. ചൂള പോലെ കത്തുന്ന ദിവസം വരാൻ പോകുകയാ. ദൈവത്തിന് ഭൂമി അതിന്റെ പണിയും വെന്തഴിയും മൂലപദാർത്ഥങ്ങൾ കത്തി ഉരുകുന്ന നാളുകള് ദൈവമക്കളെ അടുക്കുകയാ. അങ്ങനെയെങ്കിൽ നമുക്കൊന്നും ഭാരപ്പെടാനില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി വ്യസനിക്കേണ്ട കാര്യമില്ല ദൈവമക്കളെ. ഇവിടെ ഒന്നുമില്ലെങ്കിലും അവിടെ നമുക്കെല്ലാം ഉണ്ട്.
ഞാന് സമയം എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ ഇച്ചിരി മുന്നോട്ട് പോട്ടെ. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഈ എബ്രായ ലേഖനം എടുക്കണ്ട. എബ്രായ ലേഖനം നമ്മളെ 10-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ 35 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ 3 കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട്. 2, നമുക്ക് ഒരു മഹാപ്രതിഫലമുണ്ട്. 3, ആമൻ അവിടെ എഴുതിയിരിക്കുന്നു വാഗ്ദത്തമുണ്ട്. 3 വിഷയങ്ങൾ അതിനകത്തുണ്ട്. 35 മുതൽ 2-3 വാക്യം താഴോട്ട് വായിക്കുന്നിടത്ത് എബ്രായ ലേഖനം 10-ന്റെ 35 മുതൽ താഴോട്ട് വായിക്കുന്നിടത്ത് 3 പ്രസക്തമായ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട്. 1. 2, നമുക്ക് സ്വർഗത്തിൽ ഒരു മഹാപ്രതിഫലമുണ്ട്. 3, ഹല്ലേലൂയ വാഗ്ദത്തമുണ്ട്. അവിടെ പറയുന്ന വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത ഏറെ ആവശ്യം. ഹല്ലേലൂയ. അപ്പൊ ദൈവിക വാഗ്ദത്തം പ്രാപിക്കണം. ഒന്ന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും ഒന്നുമല്ലെങ്കിലും നിന്റെ കണ്ണിന് കാണാനോ കാതുകൊണ്ട് കേൾക്കാനോ ഒന്നുമില്ലെങ്കിലും സ്വന്തമെന്ന് പറയുന്ന ഒന്നുമില്ലെങ്കിലും നീ ഭാരപ്പെടേണ്ട. സ്വർഗത്തിൽ ഒരു ഉത്തമ സമ്പത്തുണ്ട്. നീ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിന്റെ പേരിൽ നിനക്കൊരു മഹാപ്രതിഫലമുണ്ട്. ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഇനിയും എടുക്കണ്ട. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ 5-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമത്തിന് നിമിത്തം നിങ്ങളെ മനുഷ്യർ ദൂഷിക്കുകയും നിങ്ങളെ ദൂഷിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. അവിടെ ഒരു കാര്യം പറഞ്ഞ കേട്ടോണം. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. ഓ, ദൈവത്തിന് സ്തോത്രം. ഈ നാമനിമിത്തം, ഈ പുസ്തകം നിമിത്തം, ഈ കേൾക്കുന്ന ശബ്ദം നിമിത്തം നിങ്ങൾ ആരെങ്കിലും പരിഹസിക്കപ്പെടുന്നു, മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ താഴ്ത്തപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ സേവിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളണം. നിങ്ങൾ പരിഹസിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾ ദൂഷിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾ അപമാനിക്കപ്പെടുന്നെങ്കിൽ, നിങ്ങൾ നിന്ദിക്കപ്പെടുന്നെങ്കിൽ, ഏത് നിമിത്തം? ഈ നാമനിമിത്തം, ഈ പുസ്തക നിമിത്തം അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, നാളുകളിൽ ഇനി സംഭവിക്കുകയാണെങ്കിൽ, ഇന്നലകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ആത്മാവ് ദൂത് പറയുന്നു, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ, ദുഃഖിക്കരുത്. ഈ വിഷയങ്ങളിൽ ദുഃഖിക്കരുത്. മറ്റുള്ളവരെ പരിഹാസത്തിന് മുമ്പിൽ, നിന്നയുടെ മുമ്പിൽ, ആക്ഷേപങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും ഈ നാമനിമിത്തം നിന്നെ ഉപദ്രവിക്കുന്നുവെങ്കിൽ നീ ദുഃഖിക്കരുത്, നീ സന്തോഷിപ്പിൻ. എന്താണെന്ന് അറിയാമോ? കാരണം സ്വർഗത്തിൽ വലിയൊരു പ്രതിഫലം നമുക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാൻ മടങ്ങി വേഗത്തിൽ ഈ ഭാഗത്തേക്ക് വരട്ടെ. അപ്പോൾ ഉപദേശത്തിൽ കർത്താവ് ഉപദേശം കാര്യമായിട്ട് ഈ എണ്ണം കൂടി വരും തോറും ഉപദേശത്തിന് അയവ് വരുത്തുന്നല്ല. ഇവിടെ നോക്കി, മുമ്പേ ഞാൻ പറഞ്ഞില്ല, 12 ശിഷ്യന്മാര്, പിന്നെ 70, പിന്നെ രഹസ്യശിഷ്യന്മാര്, പിന്നെ യേശുവിൽ കൂടി അത്ഭുതം കാണാനും കണ്ടവരും കേട്ടവരും അനുഭവിച്ച ബഹുപുരുഷ. യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, യേശു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് എഴുതുകയാണെങ്കിൽ ആ പുസ്തകങ്ങളൊന്നും ഈ ലോകത്തിലെങ്ങും ഒതുങ്ങത്തില്ല. അത്രമാത്രം അത്ഭുതങ്ങൾ 3.5 വർഷത്തിനുള്ളിൽ കർത്താവ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആള് വർദ്ധിക്കും തോറും, എണ്ണം പെരുകും തോറും, സഭയുടെ എണ്ണം പെരുകും തോറും, ആളുകളുടെ എണ്ണം, മെമ്പേഴ്സിന്റെ എണ്ണം പെരുകും തോറും ഉപദേശത്തിന് അയവ് വരുത്താമെന്നല്ല ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന. യേശു പറയുക, ഞാൻ ചെയ്ത അത്ഭുതം കൊണ്ട്, 5 അപ്പം കൊണ്ട് ഞാൻ ചെയ്ത അത്ഭുതത്തിൽ കൂടെ നിങ്ങൾ ഭക്ഷിച്ചു. നിങ്ങൾ തൃപ്തരായി, നിങ്ങൾ മിച്ചം എടുക്കുന്നത് കണ്ടു. നിങ്ങൾ ഇപ്പൊ എന്നെ അന്വേഷിക്കുന്നത് അത് തന്നെയാ. പക്ഷേ കാര്യത്തിലേക്ക് യേശു കടക്കുക. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് മാത്രമേ എന്നോടൊപ്പം പങ്കുള്ളെന്ന്. ദൈവത്തിന് സ്വർഗരാജ്യത്തിൽ അവന് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ പരിഹസിച്ചോണ്ടാ ചോദിച്ചേ, ഇവനാരാ? ഇവനാ തച്ചന്റെ മകനല്ലേ? യോസേപ്പിന്, അവിടെയൊക്കെ നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ചോണം. യോസേപ്പിന്റെ മകനല്ലേ? നസറേത്തുകാരനായ യോസേപ്പിന്റെ മകനല്ലേ? ഇവനാ തച്ചനല്ലേ? ഇവനെങ്ങനെ ഇവന്റെ മാംസം നമുക്ക് തിന്നാൻ, ഇവന്റെ രക്തം നമുക്ക് കുടിക്കാനും തരുന്നതെന്നൊക്കെ യേശുവിനെ പരിഹസിക്കുകയാണ്. അങ്ങനെ പരിഹസിക്കുന്നതിന്റെ ഇടയിൽ വെച്ചാണ് യേശു ശിഷ്യന്മാരെ അങ്ങനെ പറഞ്ഞു. വന്നിട്ട് യേശുവിനോട് പറയാ, യേശു, ഇന്നലെ നമ്മുടെ കൂടെ വന്ന പലരും ഇന്നില്ല, മിനിഞ്ഞാന്നുണ്ടായിരുന്ന പലരും ഇന്നില്ല. അതെന്താ? ഇല്ലെന്ന്. ഇപ്പൊ ഉപദേശമൊക്കെ ചില കഠിനമാണ്, ഇത്രയൊന്നും വേണ്ടായിരുന്നു, അത്രയൊക്കെ അതങ്ങ് ഭയങ്കര, ഇത്രയൊക്കെ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ, ഇതിപ്പോ ഇന്നലത്തെ അത്ര ആളില്ല, മിനിഞ്ഞാത്തെ അത്ര ഇന്നലെ ഇല്ല, ഇന്നത്തെ അത്ര ഇന്ന് ഇല്ല, ഇന്നലത്തെ അത്ര ഇന്നില്ല, ഇപ്പൊ നാളെ ഇനി എത്ര പേര് കാണുന്നത്? അവസാനം വന്ന് ഞങ്ങൾ 12 പേരെ കാണത്തുള്ളൂ, 12 കാണത്തില്ല, 11 കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ സിമ്പതിക്ക് വേണ്ടി ഹല്ലേലൂയ, അല്ലെങ്കിൽ ഉപദേശത്തിൽ ഒരു അയവ് വരുത്തിയാൽ കുറെ ആൾക്കൂട്ടം വരുമെന്ന് കണ്ട് ഒരുപക്ഷെ
ശിഷ്യന്മാർ ആ ഒരു മെന്റാലിറ്റിയിലായിരിക്കാം സംസാരിച്ചത്. പക്ഷെ യേശു പറഞ്ഞു, കുഞ്ഞെ അങ്ങനെയല്ല, ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. നിത്യജീവൻ ആവശ്യമുള്ളവൻ, നിത്യജീവനെ അവകാശമാക്കുന്നവൻ മാത്രം എന്റെ കൂടെ നിന്നാ മതി, അല്ലാത്തവർക്ക് പോകാം. യേശുവിന് ഇവര് വന്ന് പറഞ്ഞ് കണ്ടില്ല, അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ പലരും വിങ്ങിപ്പോവാ. ഈ ജനം പോയെന്നല്ല, ശിഷ്യന്മാരിൽ പലരും പോയെന്നാ പറയുന്നത്, പിന്മാറിപ്പോയെന്ന്. അപ്പൊ യേശു പറയാ, നിങ്ങൾക്കും വേണേ പോകാം. അതല്ലേ ഇപ്പൊ നമ്മുടെ ഇടയിൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾ മറ്റു തെറ്റിദ്ധരിക്കുകയും ചെയ്യില്ല. നമ്മുടെ ഇടയിലാണല്ലോ കാര്യങ്ങളിലേക്ക് ഇച്ചിരി കടന്ന് നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ സീരിയസ്നെസ് ഇല്ലാത്തടത്തോട്ട് ജനം ചാടുക. കാരണം ഇവിടെ ഇവിടെ നിന്ന് ഈ പുള്ളി ഇച്ചിരി കഠിനമായി, പുള്ളിയുടെ രൂപവും ഭാവവും ഒക്കെ മാറി വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഇച്ചിരൂടെ ഇവിടെ അങ്ങനെ ചാടുക. അങ്ങനത്തെ ഒരു ചാഞ്ചാട്ടം നമ്മുടെ ഇടയിലാണ് അതിൽ ഏറ്റവും കൂടുതൽ, മറ്റെങ്ങും ഇല്ല. മറ്റുള്ളിടത്തൊക്കെ കത്തും കൊണ്ട് എന്നല്ലേ എടുക്കുള്ളൂ. ഇതുപോലെ കത്തുമൊന്നും വേണ്ട. പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കാം, നമ്മുടെ പ്രസംഗ വിഷയമല്ലല്ലോ. പിന്നെ സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അത് യേശു പറഞ്ഞു, മക്കളെ ഞാൻ ഇങ്ങനെ തന്നെയാ, എന്റെ ഉപദേശം ഇനി ഇച്ചിരൂടെ കഠിനപ്പെടാനേ പോകുന്നുള്ളൂ. ഇതാണ് സത്യം. നിങ്ങൾ എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. അവസാനത്തെ നാളിൽ ഞാൻ നിങ്ങളെ എന്ത് ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതാണ് എന്റെ സത്യം. ഇതാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? നിങ്ങൾക്ക് നിന്നേച്ചാൽ മതി. ഇല്ലയോ ബൈ. സ്തോത്രം, ടാറ്റ. ഒരു സ്തോത്രം പറയാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്നെ. ആരുടെയും ശബ്ദം ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നില്ല. എന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് എനിക്കറിയാം. ദൈവത്തിന് സ്തോത്രം. സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പറയുന്നു, കർത്താവിന് വേണ്ടി നിന്നാൽ, കർത്താവിനോട് ചേർന്ന് നിന്നാൽ, കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിന്നാൽ, പരിശുദ്ധാത്മാവിന്റെ ഹിതം നിവർത്തിക്കാൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ, ഇന്ന് ക്ഷീണാവസ്ഥകളാണെങ്കിലും, ഇന്ന് താഴ്ചകളാണെങ്കിലും, ഇന്ന് വീഴ്ചകളാണെങ്കിലും, ഇന്ന് ശൂന്യതയുടെ അനുഭവമാണ് കാണുന്നതെങ്കിലും, വരുന്ന ആളുകളിൽ പരിശുദ്ധാത്മാവ് പറയട്ടെ, ദൈവം നിന്നെ മാനിക്കേണ്ട വിധത്തിൽ ദൈവം മാനിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, യേശു പറഞ്ഞതല്ലേ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ മാനിക്കപ്പെടാൻ വേറെ ഒന്നും ഞാനും നീയും കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല. മാനിക്കപ്പെടാൻ ഒന്ന് ചെയ്താൽ മതി, യേശുവിനെ മാനിക്കുക. യേശുവിനെ മാനിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അയച്ച പിതാവിനെ മാനിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഉടബ ശന്ധരി വൈഡമന ഘടകസിയ. ലോകം തരുന്ന മാന്യതകൾ താൽക്കാലികമാണ്. ലോകം തരുന്ന സ്ഥാനമാനങ്ങൾ താൽക്കാലികമാണ്. ലോകം തരുന്നതൊക്കെ ലോകം തന്നെ തിരിച്ചെടുക്കും. പക്ഷേ ദൈവം തരുന്നതൊന്നും ദൈവം തിരിച്ചെടുത്ത ചരിത്രം കേട്ടിട്ടില്ല. അവൻ അങ്ങനെ ഒരു കഠിനപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയല്ല ദൈവം. ഹല്ലേലൂയ. അവൻ മനസ്സലിവുള്ള പിതാവാണ്. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ പറയട്ടെ, ഹല്ലേലൂയ, ദൈവിക ഉപദേശത്തിൽ നിൽക്കാൻ നമുക്ക്, വചനത്തിന് വേണ്ടി നിൽക്കുന്ന സഭയാകട്ടെ, പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുന്ന സഭയാകട്ടെ. നമ്മള് ദൈവമക്കളാണല്ലോ, ഏറിയ പങ്കും അങ്ങനെ ആണല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ സഭകളെയൊക്കെ ഭരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവിന് ഇടമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ആരാധനയ്ക്ക് ലിമിറ്റേഷൻസ് വെച്ചിരിക്കുക. ടൈം ലിമിറ്റ് വെച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ അതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. 3 മണിക്കൂറൊക്കെ പാട്ടുപാടി ആരാധിച്ച്, വചനം കേട്ട്, പ്രബോധനം പറഞ്ഞ്, സാക്ഷ്യം പറഞ്ഞ്, പരസ്പരം ഹസ്താനമൊക്കെ കൊടുത്തു പൊക്കൊണ്ടിരുന്ന കാലഘട്ടം മാറി ഇപ്പൊ 2.5 മണിക്കൂറായി, 2 മണിക്കൂറായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ പിടിച്ചു കെട്ടിയിടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ജർമ്മനിയിലുള്ള ദൈവസഭയെ, എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവദാസന്മാരെ, ഹല്ലേലൂയ, ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ തളച്ചിടാനുള്ളതല്ല, പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ നമ്മളിലൂടെ വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ ഒന്ന് പഠിച്ചേ. 12 ശിഷ്യന്മാരിൽ ആരുണ്ട് ഇച്ചിരി പഠിത്തവും പ്രാപ്തിയും ഉള്ളവരെ? എനിക്കൊന്ന് ഒരാളെങ്ങാണ്ടേ ഉള്ളൂ. എന്ന് വെച്ചാല് മത്തായി ചുങ്കം പിരിച്ച് നടന്ന ആളായതുകൊണ്ട് കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ അറിയാം. പിന്നെ ഈ യൂദയുടെ കൈ കണക്ക് കിട്ടിയ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ബാക്കിയുള്ളവരെല്ലാം അവരെ കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ഇവര് സാധാരണപ്പെട്ടവരാ, നമ്മുടെ ഇടയിലുള്ള സാധാരണ മനുഷ്യരായിരുന്നല്ലോ. ഇപ്പൊ പിന്നെ ഇവരെങ്ങനെ ഈ അസാധാരണ മനുഷ്യരായി മാറിയതെന്ന് ഈ പത്രോസിനെ കുറിച്ചും, അന്ത്രയോസിനെ കുറിച്ചും, യോഹന്നാനെ കുറിച്ചും, ബർത്തലോമായിയെ കുറിച്ചും, ഫിലിപ്പോസിനെ കുറിച്ചും, യാക്കോബിനെ
കുറിച്ചും ഇങ്ങനെയൊക്കെ ഇവരെ കുറിച്ചൊക്കെ, തോമസിനെ കുറിച്ചൊക്കെ ഈ ഇവരെ മുമ്പ് കണ്ടവർ പിന്നീട് പറയുക, അയ്യോ ഇവര് നമ്മുടെ ഇടയിൽ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു, ഇപ്പൊ ഇവര് തേണ്ട ഒരു അസാധാരണ വ്യക്തികളായി മാറിയതെങ്ങനെ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവഭക്തന്മാരെ, ദൈവമക്കളെ, ഞാൻ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഇന്ന് സാധാരണപ്പെട്ടവരാണ്, നാം നിസ്സാരന്മാരാണ്, നാം എണ്ണത്തിൽ കുറഞ്ഞവരാണ്, നമുക്ക് പശ്ചാത്തലങ്ങൾ പലതുമില്ല, പശ്ചാത്തലങ്ങൾ പലതുള്ളവരും അമ്പരചുംബിയായ കെട്ടിടങ്ങളും സംവിധാനങ്ങളും സാഹചര്യങ്ങളും പ്രൗഢിയും പ്രതാപങ്ങളും ഉള്ളവരുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ, അല്ലെ അവരെ പുകഴ്ത്തുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ ഒന്നുമില്ലാത്തവരാ, നമ്മൾ നിസ്സാരന്മാരാ, നമ്മൾ കഴിവുകെട്ടവരാ. പക്ഷെ നീ ഭാരപ്പെടരുത്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നീ ദൈവാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ ഉപദേശങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് നീ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യുമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയട്ടെ, നിന്നെ അസാധാരണ വ്യക്തിത്വമാക്കി, നിന്നെ ലോകത്തിന് ആവശ്യമുണ്ടെന്ന് ലോകം വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി രാത്രിയിൽ ദൂത് പറയുകയാ. ഷുഡകര ഹത്വരേ ജഗൽക്കമന ഘടകസി. ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ കുടുംബക്കാർക്ക് നമ്മളെ വേണമെന്നില്ല, നമ്മുടെ ചാർച്ചക്കാർക്ക് നമ്മൾ അവഗണനയാണ്. ഹല്ലേലൂയ. ചിലടത്തി എന്നാ പറയും, എന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേണേ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് പൊക്കോട്ടെന്നാ അവർക്ക്. ഹല്ലേലൂയ. പക്ഷേ ചില നാളുകൾ കഴിയുന്നതിന് മുമ്പായിട്ട് വിളിച്ചു കയറ്റി പ്രാർത്ഥിക്കുക മാത്രമല്ല, നിന്നെ അവഗണിച്ചവർ നിന്നെ മാനിക്കുന്ന ദിവസം മുൻപിലുണ്ട്. നീ ദൈവകരങ്ങളിൽ ഇണങ്ങിയ ഒരു ആയുധമായി ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. ഉടപദവ ശന്തരേ ഹൽക്കന ഹത്തന ജാനകസിയ. നീ ഹല്ലേലൂയ. നിങ്ങൾ ജർമ്മനിയിൽ ഏതോ പട്ടണത്തിൽ, ഏതോ ദേശത്ത്, ഏതോ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു, ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, കുടുംബമായി ജീവിക്കുന്നു, ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ ആ രാജ്യത്ത് കൊണ്ടുപോയതിന്റെ പിൻപിൽ ഒരു ഉന്നതമായ ജോലി തന്ന്, ഭീമമായ ഒരു സാമ്പത്തിക നന്മ തന്ന്, അല്ലെങ്കിൽ സ്വന്തമായൊരു പ്രോപ്പർട്ടി തന്ന്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ആക്കാമെന്നുള്ള ഒന്നിലൊന്നും അല്ല തമ്പുരാൻ നമ്മെ നിങ്ങളെ കൊണ്ടുപോയത്. ദൈവത്തിന് നിങ്ങളെ അവിടെ കൊണ്ടുപോയതിന്റെ പേരിൽ പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. എന്ത്? ദൈവനാമത്തെ ഉയർത്തുവാൻ, യേശു ക്രിസ്തുവിനെ ഉയർത്താൻ, മനുഷ്യപുത്രനെ ഹല്ലേലൂയ ഹല്ലേലൂയ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ ദൈവപുത്രനെ ഉയർത്തുവാൻ, യേശുവിനെ ഉയർത്തുവാൻ, പരിശുദ്ധാത്മാവിനെ ഉയർത്തുവാൻ, ദൈവത്തിന്റെ സത്യവചനത്തെ ഉയർത്തുവാനാണ് നിങ്ങളെ ആ പട്ടണത്തിൽ, ആ രാജ്യത്ത് ദൈവം നിങ്ങളെ കൊണ്ടുപോയതെന്ന് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അന്ധത പിടിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് വരേണ്ടവരല്ല. ആ രാജ്യത്ത് അന്ധത പിടിച്ച് പിശാചിന്റെ അടിമയായി പോയി കഴിയുമ്പോൾ വലിയ കാഴ്ചപ്പാട് പ്രാപിച്ച് എന്നെയും നിങ്ങളെയും, ഞാൻ അവിടെ എത്തിയില്ലെങ്കിലും നിങ്ങളെ അവിടെ എത്തിച്ചത് ദൈവത്തിന് എന്തിനാണെന്നറിയാമോ? അന്ധത പിടിച്ചു പോയ ജനത്തെ അന്ധകാരത്തിൽ നിന്നും, അന്ധതയിൽ നിന്നും സത്യ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിലേക്ക്, ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിലേക്ക് അവരെ കൊണ്ടുവരുവാനാണ്, അവരെ പിടിച്ചുയർത്തുവാനാ ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി ദിവസങ്ങളിൽ ദൈവസഭ ഉണർന്ന് പ്രാർത്ഥിച്ച് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, ഉപദേശത്തിൽ നിന്നുകൊണ്ട് തന്നെ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്ന, അങ്ങനെ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന അങ്ങനെ ഒരു പദമുണ്ട് കേട്ടോ, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവൻ ആരും ദൈവമുള്ളവനല്ല. അത് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കുന്നവന് മാത്രമേ ദൈവമുള്ളൂ, അവന് മാത്രമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ളൂ, അല്ലാത്തവന് ദൈവമില്ല. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട് ആ രാജ്യത്ത് ദൈവത്തിന്റെ വേല ചെയ്യട്ടെ. അടകന ഹത്യരേ ജഗൽക്കമന. നിങ്ങളെ നയിക്കുന്ന പാസ്റ്ററുടെ ഡ്യൂട്ടി മാത്രമല്ല ഇതെന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ദൈവം കോളിങ് കൊടുത്തെങ്കിൽ അത് സ്വർഗീയമായ കോളിംഗ് ആണ്, അത് സ്വർഗീയ വിളിയാണ്. ആ വിളിക്കനുസരിച്ച് അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുവാൻ മുന്നോട്ടിറങ്ങുമ്പോഴാണ് നിങ്ങളെയും ചില ദേശത്തിന്റെ സ്ഥാനാപതികളാക്കി ആ പട്ടണത്തിൽ മാറ്റുവാൻ, രാജ്യത്ത് മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആശങ്കപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്തിന്റെ സ്ഥിതി നിങ്ങളിലൂടെ മാറ്റും ദൈവം. പരിശുദ്ധാത്മാവ് പറയുന്നു,
സത്യ വെളിച്ചമാകുന്ന, ജീവന്റെ വെളിച്ചമാകുന്ന, ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ പ്രകാശിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേ ഹല്ലേലൂയ. ഒരു വചനം കൂടെ ചേർത്ത് കൂട്ടി ചെയ്ത് പറയാൻ ദൈവാത്മാവിനോട് പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാമത്തെ വാക്യം 1-2 എന്താണ്? എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിന്റെ പ്രകാശം വന്നിരിക്കുന്ന അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുമ്പോൾ നിന്റെ മേലോ യഹോവ ഉദിച്ചിരിക്കുന്നു. ഓ ദൈവത്തിന് സ്തോത്രം പറ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ കർത്താവ് നിങ്ങളെ സത്യ വെളിച്ചമാകുന്ന, ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ ആമേൻ ആമേൻ ലോകത്തിന് പ്രസന്റ് ചെയ്യുവാൻ, നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്ത് ദേശത്ത് പ്രസന്റ് ചെയ്യുവാൻ ദൈവം തമ്പുരാൻ ഹല്ലേലൂയ നിങ്ങളെ എവിടെ ആക്കി വെച്ചിരിക്കുന്നുള്ള ആ യാഥാർത്ഥ്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. ഉടവലവ ശന്തര ജഗൽ കമന ഘടകസി. ഒരു ദിവസം കൊണ്ടൊരു വിത്ത് നട്ടാൽ അത് ഒരു ദിവസം കൊണ്ട് വൃക്ഷമാകത്തില്ല ദൈവമക്കളെ. അതിനെ അനുകൂല പ്രതികൂല കാലാവസ്ഥകളെയൊക്കെ തരണം ചെയ്ത് അതിൻ്റെതായ പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ അത് വൃക്ഷമാകത്തുള്ളൂ. വൃക്ഷമായി കഴിഞ്ഞാൽ അതിനൊരു ഗുണമുണ്ട്. ഒരുമാതിരിപ്പെട്ട ഒരു കാറ്റും അടിച്ചാൽ അതൊന്നും ഏക്കാൻ പോകുന്നില്ല. കാരണം അതിന്റെ തായ്വേര് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പക്കുവേരുകൾ വെള്ളമുള്ളിടത്തോട്ട് പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം പറയട്ടെ. താഴോട്ട് ഉറപ്പും 4 സൈഡിൽ നിന്ന് അതിന് വേണ്ടുന്നതായ വെള്ളവും ആഹാരവും വലിച്ചെടുക്കത്തക്ക വിധത്തിൽ എന്റെ വേര് പടർന്നു പന്തലിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയട്ടെ, ഈ ദിവസങ്ങളിൽ യേശു ക്രിസ്തു ആകുന്ന ആ പാറമേൽ ആഴത്തിലുള്ള ഒരു ബന്ധവും പരിശുദ്ധാത്മാവിലുള്ള ചില പ്രവർത്തികളാൽ ഹല്ലേലൂയ ദൈവാത്മാവ് പറയട്ടെ, ദൈവം ദേശത്ത് സഭയെ ഉറപ്പിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. ഉടയാരകനഗതനാതുര ജഗലഘടക ജഗൽക്കമനഘടകസി. എന്റെ വാക്കുകളെ വേഗത്തെ അവസാനിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 1 മണിക്കൂർ സമയം എടുക്കാൻ പോകുന്നു. അതുകൊണ്ട് കർത്താവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ കുറെ പേര് പിൻവാങ്ങിപ്പോയി. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, പോയവരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോരെ. ഞാൻ പ്രസംഗം നിർത്തുക കേട്ടോ. പോയവരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോരെ. നമുക്ക് അവരുമായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യും, ഒന്ന് ചർച്ച ചെയ്യാം. എന്താ കാരണം? നിങ്ങൾ പോകാനുള്ള കാരണം എന്തോ തെറ്റാ സംഭവിച്ചത്? ഹല്ലേലൂയ. നിങ്ങൾക്ക് അപ്പം വിളമ്പിയ കൂട്ടത്തിൽ നിങ്ങൾക്ക് കിട്ടിയില്ലയോ എന്ന് എന്നൊക്കെ നമുക്ക് വിളിച്ചോണ്ട് വരാനൊന്നും പറഞ്ഞില്ല കർത്താവ്. പോകുന്നവർ പോട്ടെ. അടുത്തത് കേൾക്കണോ? നിങ്ങൾക്കും വേണേ പോകാം. കർത്താവ് പറഞ്ഞു, എന്നാലും എന്റെ ഉപദേശത്തിന് അയവ് വരുത്തില്ല. എന്റെ പിതാവ് എന്നെ അയച്ച പ്രവൃത്തി തികയ്ക്കാനാ ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അത് തികച്ച് ഞാൻ എന്റെ പിതാവിന്റെ അടുക്കലേക്ക് കരേറി പോകും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്റെ മെസ്സേജ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാം. പിതാവ് അയച്ച പ്രവൃത്തി ചെയ്തല്ലാതെ ദൈവത്തിന് സ്തോത്രം നമുക്കാർക്കും തിരികെ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ പിതാവ് അയച്ച പ്രവൃത്തിക്ക് വേണ്ടി ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പഠിപ്പിച്ചുകൊണ്ട്, സത്യവചനത്തിൽ യഥാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട്, സത്യവചനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട്, ദൈവമുഖത്ത് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ദൂത് പറയുകയാണ്. അധനഘടക ജനകസി ആദന വൈശസി ആദന ഹല്ലേലൂയ. കൊട്ടവിട്ട കുഴിഞ്ഞ കൈ പോലെ എന്റെ ദാസനോട് പരിശുദ്ധാത്മാവ് പറയുക, ചില മാസങ്ങൾ കഴിയുന്നതിന് മുമ്പായി നിന്റെ കരങ്ങൾ രണ്ടും ഹല്ലേലൂയ സ്വാതന്ത്ര്യം പ്രാപിക്കും. ശന്തര വൈഡമന ഘടകസി ആദന. ചില താക്കോലുകൾ കയ്യിൽ നിന്ന് മാറിപ്പോകുമെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. പിന്നീട് അത് തിരികെ എടുക്കാത്ത വിധത്തിൽ ഇപ്പോൾ കയ്യിലുള്ള ചില താക്കോലുകൾ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഈ രാത്രി പറയുന്നു, പിന്നീട് ഇനി ഒരിക്കൽ പോലും അത് തിരിച്ചെടുത്ത് തുറക്കാനും അടയ്ക്കാനും വേണ്ടി ആ താക്കോല് തിരിച്ചെടുക്കാത്ത വിധത്തിൽ ആ താക്കോല് ദൈവം മാറ്റുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. അടകര ഹത്തരി ജഗൽക്കമന ഘടകസിയ. അതുകൊണ്ട് ദിവസങ്ങളിൽ ശക്തമായി ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ ദൈവാത്മാവ് ഇടപെടട്ടെ. അവന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവത്തെങ്കിലും നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും നാം ഇരിക്കുന്ന രാജ്യത്ത് ദൈവത്തിന്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുത്ത് നിത്യതയിൽ ഒരു അവകാശം, ഉത്തമ സമ്പത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ശകതല ഹത്തുരി ജഗൽക്കമന ഘടകസിയാദന. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട സഭ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഉപദേശത്തിനകത്ത് സഭ നിൽക്കുന്നുവെങ്കിൽ, ഉപദേശത്തിൽ അയവ് വരുത്താതെ, മായം ചേർക്കാതെ, ഹല്ലേലൂയ ഭാവി കാര്യത്തെ കുറിച്ച് നാളത്തെ കാര്യങ്ങളായി പറയുന്നല്ലേ, ഇന്ന് ചേർന്നെന്നോ ഒന്നും അല്ല പറയുന്നത്. ഉപദേശത്തിൽ നിന്ന് മാറിയെന്നല്ല പറയുന്നത്. നാളെ ഇതൊക്കെ സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണടച്ചേക്കാം. ഇന്നിപ്പോ സാരമില്ല, നാളെ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ എന്നൊക്കെ എക്സ്ക്യൂസുകൾ വെക്കാൻ ഈ വചനം നമ്മളെ അനുവദിക്കുന്നില്ല, ഈ വചനം അനുശാസിക്കുന്നില്ല.
ഈ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം പറയട്ടെ. കർത്താവിനോടുകൂടെ നിൽക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഈ രാത്രി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വെറുതെ ഒന്നും പറയത്തില്ല. ഞാൻ ഇങ്ങനെ പറയാം, പരിശുദ്ധാത്മാവ് വ്യാജം പറയത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് പോഷ്ക് പറയത്തില്ല. പരിശുദ്ധാത്മാവ് സത്യമേ പറയത്തുള്ളൂ. ആ സത്യത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രി വളരെ വ്യക്തമായി സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ തോട്ട്സ് ഒന്നും ഈ രാത്രി ആരും കേട്ട് കാണത്തില്ല. നിങ്ങൾക്ക് ചിന്തനീയമായ നിലയിൽ ഈ കുറിപ്പെഴുതി വെച്ച് നാളെ 2 പ്രസംഗം ഉണ്ടാക്കാവുന്ന നിലയിലുള്ള കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ രാത്രി അങ്ങനെ ഒരു കാര്യം പോലും കർത്താവ് സംസാരിച്ചിട്ടില്ലെന്ന് എനിക്ക് നല്ല വ്യക്തമായ ബോധ്യമുണ്ട്. അങ്ങനെ ഒരു മെസ്സേജ് പറയാനല്ല ദൈവം ഈ രാത്രി എന്നെ ഏൽപ്പിച്ചത്. എന്നെ ഈ മെസ്സേജ് പറയാനാണ് ഏൽപ്പിച്ചത്. ആമേൻ, ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ആമേൻ. ഒന്നുകൂടെ പറയാം, ആദ്യം പറഞ്ഞു തുടങ്ങിയ ദൂത് ഒന്നുകൂടെ പറയാൻ പറയുന്നു. വരും കാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രായേൽ തളിർത്തു പൂത്ത് ഭൂതലത്തിന്റെ ഉപരിഭാഗം പൂർണ്ണമാക്കുകയും ചെയ്യുന്ന നാളുകൾ വിദൂരമല്ല, ആസന്നമായിരിക്കുന്നുവെന്ന് അറിഞ്ഞ് ദൈവത്തിന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് പട്ടണത്തിന്റെ ഉണർവ്, രാജ്യത്തിന്റെ ഉണർവ് വേണ്ടി പ്രാർത്ഥിക്കുക. 99% ദൈവാത്മാവ് പറയാം 3/4 ആമേൻ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അടകര ഹത്തരി ജഗൽക്കമന, അന്ധകാരം കൊണ്ടും അന്ധത കൊണ്ടും മൂടപ്പെട്ട ആ രാജ്യത്തിന്റെ നടുവിൽ ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിലൂടെ വരുന്ന ആളുകളിൽ നിങ്ങളിലൂടെ പരക്കുന്ന പ്രകാശ നിമിത്തമായി ആ രാജ്യ ഉണർവിലേക്ക് നടത്തപ്പെടുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇനി ഞാൻ ഈ ദൂത് പറഞ്ഞത് നിങ്ങളെ മാത്രമേ അറിയാവൂ. ഞാൻ ഇനി ഇന്നത്തെ കാലം, അതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കറിയത്തില്ല, നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കൊറിയയില് അവിടുത്തെ പാർലമെന്റ് കൂടുമ്പോഴേ പോൾ യോഗിച്ചോ എന്ന് പറയുന്ന ദൈവദാസനെ പ്രാർത്ഥിച്ചാണ് അവിടുത്തെ പാർലമെന്റ് കൂടുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല, ഞാൻ പോയി കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ഇനി പാർലമെന്റ് കൂടുന്നതിനെ വിളിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ആ ധ്വനി വേറെ മറ്റൊരു നിലയിലേക്ക് ഡൈവേർട്ട് ചെയ്യരുത്. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഏലിയാവിനെ പോലെ സ്തോത്രം, ഒരു മനുഷ്യൻ വന്നുവെന്ന് പറയത്തക്ക വിധത്തിൽ ദൈവം തന്റെ പ്രവൃത്തി വരുന്ന ആളുകളിൽ വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്രയും മാത്രം ഇപ്പം കേട്ടാൽ മതി, ബാക്കി പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കൂടെ ഈ അർദ്ധരാത്രിയുടെ യാമത്തില് നിങ്ങളുടെ ഇടയിൽ വചനം പ്രസംഗിക്കാൻ എനിക്ക് ദൈവത്താൽ ഒരുക്കപ്പെട്ടതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, മഹത്വം കരയേറ്റുന്നു. നിങ്ങളുടെ ദൈവദാസനും കുടുംബത്തിനും എന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന്റെ നിസ്സീമമായ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മുഖാമുഖമായി കാണാൻ തന്നെ അവസരങ്ങൾ ഉണ്ടാകും. ദൈവത്തിന്റെ പദ്ധതി പോലെ നടക്കട്ടെ. മാറാനാഥ, നമ്മുടെ കർത്താവ് വരാറായി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.